ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയോട് ഇത്രയധികം അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ഫോർ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. നിങ്ങൾ ഒത്തിരിയേറെ നിങ്ങൾക്ക് ഭയമുണ്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ട്. കാരണം ഈ വ്യക്തിയുടെ ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയതുപോലെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളിപ്പോഴും ഭയക്കുന്നത് നിങ്ങളുടെ വ്യക്തി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമാണ്. നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ സമയത്ത്. നിങ്ങൾ ഒത്തിരിയേറെ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സ്നേഹം ഇത് ഇങ്ങനെ ഒരു എന്തുകൊണ്ടാണ് സ്റ്റക്ക് ആകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നോ കോണ്ടാക്റ്റ് ആവുന്നത്, ബ്രേക്കപ്പ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഇടയ്ക്ക് നിങ്ങൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇനി പ്രശ്നം വന്നാലും ശരി, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് പോകാൻ, അതായത് ഫുൾ കാർഡ് എങ്ങനെയായാലും ശരി, ഇനി എന്തൊക്കെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ശരി, കാരണം ഈ വ്യക്തിയെ മറക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ്. വീണ്ടും ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വലിയൊരു ആഗ്രഹം. അതാണ് ഈ കണക്ഷൻ. അത്രയധികം ഫീലിങ്സ് നിങ്ങൾക്ക് ഈ കണക്ഷനിലുണ്ട്. കാരണം ഈ ഒരു കണക്ഷനോട് വല്ലാത്തൊരു അടുപ്പമാണ് നിങ്ങൾക്ക്. വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ മറ്റാരോടും തോന്നാത്ത അത്രയധികം ഫീലിങ്സ് ഈ ഒരു വ്യക്തിയോടാണ് നിങ്ങൾക്ക് ഒരുപാട് തോന്നി തുടങ്ങുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില സാഹചര്യത്തിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നാം ഇതിൽ ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയൊരവസ്ഥ, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഊരിപ്പോരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയ ഒരവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒന്ന് പുറത്തോട്ട് വരാൻ സാധിക്കുന്നില്ല. ഇനി ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ആരോടും നിങ്ങൾക്ക് അത്രയധികം ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. ഒരുപാട് സങ്കടത്തിലാണ് നിങ്ങളുള്ളത്. അതേപോലെ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്താഗതി തന്നെയാണ് ആ ഒരു ചില സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് വേദനയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അത്രയധികം എന്താ പറയുക, ഒരു മരവിച്ച അവസ്ഥ, നിങ്ങൾക്കിടയിൽ ഒരു ഡെത്ത് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ, നിങ്ങളുടെ കണക്ഷന് തന്നെ ഒരു എൻഡായതുപോലെയൊക്കെ പോകുന്നുണ്ടാവാം. ഇപ്പോൾ ശരിക്കും നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവാം. ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുന്നുണ്ടാവില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇതൊന്ന് പുറത്ത് കിടക്കണം, പക്ഷേ മനസ്സുകൊണ്ട് അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകണം എന്ന് തന്നെ. എന്ന് വെച്ചാൽ ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ, ഈ വ്യക്തിയെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ചില സാഹചര്യത്തിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ കാരണം ഇതൊരു ട്രാപ്പിൽ പെട്ടു പോയൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ഈ കണക്ഷനിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കുന്നുണ്ടാവില്ല ഇവിടെ നമുക്ക് നോക്കുമ്പോൾ. പക്ഷേ എങ്കിലും വീണ്ടും, കാരണം അത്രയധികം ആ 10 of Wands എനർജി, ഒരുപാട് നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴും വീണ്ടും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഫൂളിൻ്റെ എനർജിയാണ്. നിങ്ങൾ വീണ്ടും ഈ ഒരു കണക്ഷന് വേണ്ടി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട്
നിങ്ങൾ ഈ കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും ഈ കണക്ഷൻ വേണ്ട, എനിക്കിത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പരിഗണന തരാതെ നിങ്ങൾക്കൊരു എന്തു പറയാം, ഈ ഒരു കണക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിളായിട്ട് എന്താ പറയാം മുന്നോട്ട് പോകുന്നുണ്ടാവില്ല ഈ കണക്ഷൻ. എങ്കിൽ പോലും ഈ ഒരു കണക്ഷനോട് നിങ്ങൾക്ക് വല്ലാത്തൊരു ഫീലിങ്സും അടുപ്പും ഒക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കും ചാരിയറ്റ്. അതായത് എന്തൊക്കെ പ്രശ്നം ഇനി നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിട്ടുകൊടുക്കാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല ആർക്കും. ഈ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരാൾക്കും ഈ വ്യക്തിയെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങൾ ഇതിലൊരു നീതി വേണം എന്ന് നിങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചാലും ഇനി ഇത് മുന്നോട്ട് പോവില്ല എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഈ മനസ്സ് ഇത്രയധികം ഈ വ്യക്തിയോട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തുകൊണ്ടാണ് എനിക്ക് വിടാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നിട്ടും ഈ വ്യക്തിയുമായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് എന്നൊക്കെ പറയണമെങ്കിൽ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫാണ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു കണക്ഷനല്ല, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ. കാരണം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്, ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് വിടാൻ പറ്റാത്തത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില സാഹചര്യത്തിൽ കാരണം ഇതൊരു അത്രത്തോളം നിങ്ങൾ വേദനാജനകമായ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡായ റിലേഷൻഷിപ്പായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി മൂലം നിങ്ങൾ മരവിച്ച അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലാതെ കൊന്നു എന്നൊക്കെ പറയുന്നില്ലേ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം, ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തി വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ ചിന്താഗതി. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒത്തിരിയേറെ ഫീലിങ്സും ഒത്തിരിയേറെ ഈ ഒരു വ്യക്തിയോട് മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് കാണുന്നത് എന്താണ്, 2 of Wands എനർജിയാണ്. മനസ്സുകൊണ്ട് ഈ ബന്ധം, കാരണം ഇത് 7 of Pentacles എനർജിയാണ്. ഇടയ്ക്ക് നല്ല രീതിയിൽ പോവും, പിന്നീട് വീണ്ടും ഇത് തകർന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എത്രയൊക്കെ നിങ്ങൾ ഇതിനെ നേരാക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് വരുമ്പോഴും ഇതിങ്ങനെ തകർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പലപ്പോഴും നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഈ ഒരു കണക്ഷനെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിക്കുമ്പോഴും വീണ്ടും പൊളിഞ്ഞു പോവുക, വീണ്ടും അതിനെ ഒന്ന് റെഡിയാക്കി മനസ്സുകൊണ്ട് റെഡിയാക്കി നിങ്ങൾ, കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നു ഈ ഒരു കണക്ഷന് വേണ്ടി, ഈ കണക്ഷൻ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമം നടത്തിയതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു റിസൾട്ടൊന്നും ഈ ഒരു കണക്ഷനിൽ കിട്ടുന്നില്ല. മനസ്സുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയിൽ നിന്ന് ഒഴിവാവണമെന്ന് വിചാരിച്ചാലും പറ്റുന്നില്ല, മൂവ് ഓൺ ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റുന്നില്ല. ചില സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടാവാം, ഇത് രണ്ടായിട്ടുണ്ടാവാം. ഇനി അങ്ങോട്ടൊന്നും ഇല്ല, വേണ്ട എന്നൊക്കെ വിചാരിച്ച് പോഴും ചിലപ്പോൾ നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടാവാം അങ്ങോട്ട്, വേണ്ട, എനിക്കും വേണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ഈ കണക്ഷൻ, എനിക്കറിയാം ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും വലിയൊരു വാക്കൊക്കെ പറഞ്ഞ റിലേഷൻഷിപ്പായിരിക്കാം, വാക്ക് കൊടുത്തിട്ടുണ്ടാവാം. എനിക്കറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളും നിന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി പറഞ്ഞില്ലെങ്കിലും ശരി, പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു വ്യക്തി വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ഫീലിങ്സ് തോന്നുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഡെക്കിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്താണെന്ന് അറിയാനായിട്ട്.
സത്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും പോയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരിക്കലും സന്തോഷവാനല്ല. ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഫിനാൻസിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് സഹിക്കുന്നതായിട്ടും, ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ ചില വ്യക്തികൾക്ക് ചില അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നതായിട്ടും, നിങ്ങളിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം അവർക്ക് ഹെൽത്തിനൊക്കെ ചില പ്രോബ്ലംസ് അവർ ആരോട് പറയുന്നുണ്ടാവില്ല, പക്ഷേ അതൊക്കെ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ ഫിനാൻസിലൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരിക. കാരണം നിങ്ങളെ ഒഴിവാക്കിയ ശേഷം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഇപ്പോൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയതിന് ശേഷം ആൾ ഒരു ഹാപ്പി അല്ല, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടത് ആലോചിച്ച് ആൾ ഒരുപാട് ദുഃഖിതനാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ ഈ വ്യക്തിക്ക് ഇപ്പോൾ വേണം. കാരണം ഇവർക്ക് നിങ്ങളെ അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ആ വ്യക്തിയുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് പോയതിന് ശേഷം ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ചിന്താഗതി വന്നിട്ടുണ്ട്. വീണ്ടും ഈ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് അവർ സഹിച്ചു, ഈ ഒരു കണക്ഷനിൽ നിന്ന് വിട്ടുപോയതിന് ശേഷമായിരിക്കും ഒത്തിരിയേറെ വേദന സഹിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേറെയും അഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ മദ്യപാനമുള്ള ആൾക്കാരുണ്ടാവാം, ചില വ്യക്തി റിലേഷൻഷിപ്പുള്ള ആൾക്കാരുണ്ടാവാം, ചില എന്താ പറയുക ഫിനാൻസൊക്കെ ഇങ്ങനെ കടങ്ങളും കാര്യങ്ങളും അതായത് ഈ പൈസ മോഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിക്ക് ചില ക്യാഷിനൊക്കെ വലിയൊരു എന്താ പറയുക ക്യാഷിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരും ഉണ്ടാവാം, ക്യാഷിന് വേണ്ടി ഒരുപാട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ കുറേ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ ഇപ്പോൾ അവർ അതിൽ നിന്ന് ഒരു ചേഞ്ച് വേണം അല്ലെങ്കിൽ ഒരു മാറ്റം വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ കാരണം നിങ്ങളെ അവർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാതെ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ ഒരു മാറ്റം വേണം, ഈ ഒരു കണക്ഷനിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ഇവർ ചിന്തിക്കുന്നത് അവർക്ക് എന്തൊക്കെ അഡിക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തിയല്ല. അതായത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം അവർ നല്ലൊരു പ്രവൃത്തിയിലോട്ടല്ല അവർ പോയത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അവർ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വിട്ട്, അതായത് അവർ എന്തൊക്കെയാണോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എൻ്റെ ആക്കണം. അങ്ങനെ എന്തെങ്കിലും അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ചിലപ്പോൾ മദ്യപാനിയായിരിക്കും, ചില കൂട്ടുകെട്ടിൽ പെട്ട വ്യക്തിയായിരിക്കാം, കൂട്ടുകെട്ടുണ്ടാവാം, ചിലവർക്ക് വേറെ റിലേഷൻഷിപ്പുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അതൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കി, അതൊക്കെ ഒന്ന് അവരുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയണം, എന്നിട്ട് വീണ്ടും നല്ലൊരു വ്യക്തിയായി മാറണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടി, കാരണം നിങ്ങളെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹെയറോപ്പെൻറ്റ്, അതായത് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെ വിവാഹം കഴിക്കണമെന്നുണ്ട്, ഈ ഒരു കണക്ഷനുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു മാറ്റം വേണമെന്ന് ഈ സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു ദൈവവിശ്വാസമൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള ചിന്താഗതി നിങ്ങളുമൊത്ത് മുന്നോട്ട് പോകണം, ഈ ഒരു കണക്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, ഈ ഒരു കണക്ഷനെ കൈവിടാൻ സാധിക്കുന്നില്ല. അവർക്ക് തന്നെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട്, സാധാരണ ഒരു കണക്ഷനല്ല, എന്തൊക്കെ വേർപിരിഞ്ഞാലും വീണ്ടും ഈ ഒരു വ്യക്തിക്ക് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരേണ്ട ആ ഒരു ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം. അതാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ വ്യക്തിയുമായിട്ട് കുറച്ച് പേർക്കൊക്കെ ഒരു വിവാഹത്തിലേക്കെല്ലാം എത്തിച്ചേരും എന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഇത്രയധികം ആ ഒരു ഫീലിങ്സ്, ഇത്രയധികം അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് അതുകൊണ്ടാണ്.
കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടാണ്. എത്രയൊക്കെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ, ഈ വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മറന്ന് അവരുടെ വഴിക്ക് പോയാലും വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആൾക്കാരായതുകൊണ്ടാണ്. ചില സാഹചര്യത്തിൽ നിങ്ങൾ എന്താ പറയുക, സ്പിരിച്വൽ കണക്ഷനുള്ള ആൾക്കാരായിരിക്കാം. ഇനി അങ്ങോട്ട് ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരേണ്ട ആൾക്കാരായിരിക്കാം, സ്പിരിച്വലുമായി കണക്റ്റ് ചെയ്യേണ്ട ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാനുള്ള സാധ്യതയുണ്ട്. ചില സാഹചര്യത്തിൽ എങ്ങനെ ആയാലും ശരി, ഈ വ്യക്തി നിങ്ങളുടെ ഒരു നിയോഗം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ വ്യക്തി ഒരു പാസ്റ്റ് ലൈഫിലുള്ള ആ ഒരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് എത്രയൊക്കെ നിങ്ങൾക്ക് വിട്ടുപിരിയണം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് അതിനൊന്നും സാധിക്കാത്തത്. അതായിട്ടാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ആ ഒരു മാരേജ് കാർഡ് കൂടിയാണിത്. ലൈഫ് ലോങ് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. എന്നാലും വീണ്ടും വീണ്ടും ഇത് ഒരുമിച്ച് ചേരും, ഇതിങ്ങനെ മുന്നോട്ട് പോവും എന്ന് തന്നെയാണ് ഈ കണക്ഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയും എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ലൂസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്